ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നമ്മുടെ ചാനലിൽ ഈ അടുത്തിടെയായിട്ട് എള്ളിൻ്റെ ഒരു വീഡിയോ, അതായത് എള്ളിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയിട്ടും അവല് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെ പറ്റിയിട്ടും വളരെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് പേരും ഈ എള്ളും അവലും ചേർത്ത് കഴിക്കുന്ന കോമ്പിനേഷനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊതുവെ ഞാൻ ഏറ്റവും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു പലഹാരമായിട്ടും നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മരുന്നായിട്ട്, അതായത് നാട്ടുമരുന്നുകളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് പ്രായമായിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ വളരെ സാധാരണമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ആഹാര പദാർത്ഥമാണ്. പലപ്പോഴും വിളർച്ച, രക്തക്കുറവ്, സ്ത്രീകൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള ആർത്തവ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ പലപ്പോഴും മുത്തശ്ശിമാരൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു മരുന്ന് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഈ പറയുന്ന എള്ളും അവലും കൂടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് ഞാൻ വളരെ ചെറിയ രീതിയിൽ, അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതും ഇതിൻ്റെ ഗുണങ്ങളും മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു പേനയും പേപ്പറും കൂടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് വേണ്ട ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എള്ളാണ്. എള്ളിനെ പറ്റി നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എള്ള് നമുക്ക് പലപ്പോഴും എല്ലുകളുടെ ആരോഗ്യത്തിന്, പല്ലുകളുടെ ആരോഗ്യത്തിന്, ഡയബറ്റീസ് അതായത് പ്രമേഹ രോഗമുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും അമിതവണ്ണം ഉള്ളവർക്കും ഈ പറയുന്ന രീതിയിൽ മെനോപോസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ, അതായത് ആർത്തവ വിരാമം കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇനി പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ അമിതമായിട്ട് ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് ഈ രീതിയിൽ പീരീഡ്സ് വരുന്ന സമയത്ത് പെയിൻ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എള്ള്. അതുപോലെ തന്നെ നമുക്ക് ഈ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. വൈറ്റമിൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക് മുതൽ അയൺ മുതലായിട്ടുള്ള ഒട്ടനവധി നമ്മുടെ മിനറൽസിൻ്റെ ഒരു കലവറ കൂടിയാണ് ഈ പറയുന്ന എള്ള്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എള്ള് എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കപ്പാണ്. ഒരു കപ്പ് എള്ള് എടുക്കുക. എള്ളിൽ എപ്പോഴും ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങൾ വീണ് കിടക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എള്ള് ആദ്യം തന്നെ നന്നായിട്ട്, അതായത് ഒരു കപ്പ് എള്ളെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്യുക. അതായത് സാധാരണ വെള്ളത്തിലിട്ട് പച്ചവെള്ളത്തിൻ്റെ അകത്ത് തന്നെ വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള അഴുക്ക് അലിയിച്ച്, അതായത് നമ്മൾ അരിച്ച് കളയത്തില്ല, അപ്പോൾ അരിച്ച് കളഞ്ഞതിന് ശേഷം ഇതൊരു തോർത്തിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് നമ്മളൊന്ന് തുടച്ചെടുത്തിട്ട് ഇതിനെ ഒന്ന് കുറച്ച് സമയം തോരാനായിട്ട് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് കരിപ്പോട്ടി. സാധാരണ നമുക്ക് അങ്ങാടി കടകളിലും സാധാരണ മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലും ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ഓർഗാനിക് ഷോപ്പുകളിലും ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ കരിപ്പെട്ടി നമ്മൾ എടുക്കാനുള്ളത് ഏകദേശം 250 ഗ്രാമാണ്. അപ്പോൾ 250 ഗ്രാം കരിപ്പോട്ടി എടുത്തിട്ട് ഇതിനെ നമ്മൾ ചെറിയ കട്ടകളാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മളൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഇട്ട് ഏകദേശം 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇതിനെ നമ്മൾ ശർക്കരപ്പാനി കലക്കി എടുക്കുന്നുണ്ട്. ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ നമ്മളൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും കരിപ്പോട്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കഫക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് കഫജന്യമായിട്ടുള്ള രോഗങ്ങളൊക്കെ മാറുന്നതിന് ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിപ്പോട്ടി പാനി കലക്കി നമ്മൾ എടുക്കുക. ഇളം ചൂടിൽ നമ്മളതിനെ വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം 1.5 കപ്പ് അവലെടുക്കുക. അങ്ങനെ അവലെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് വറുത്ത് അവലിനെ മാറ്റി വയ്ക്കണം. അതായത് കരിഞ്ഞു പോകാതെ മട്ട അവലാണ് നമ്മൾ എടുക്കാനുള്ള. ദഹനത്തിനും എല്ലാം വളരെ നല്ലതാണ്. ഒരു പ്രീബയോട്ടിക് ഫുഡ് എന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ അവലിനെ പറ്റിയിട്ട് പ്രമേഹ രോഗികൾക്കും എല്ലാവർക്കും കഴിക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ അവൽ 1.5 കപ്പ് നമ്മൾ ചെറുതായിട്ട് ഒന്ന് വറുത്തെടുത്തത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നേരത്തെ, അതായത് ആദ്യം നമ്മൾ തോരാനായിട്ട് വെച്ചിരുന്ന ആ എള്ളുണ്ടല്ലോ, ഒരു കപ്പ് എടുത്തത്, അപ്പോൾ ആ എള്ളിനെ എടുത്ത് ഒരു വായുവണ്ണം കൂടിയിട്ടുള്ള ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടണം. കാരണം എന്ന് പറഞ്ഞാൽ എള്ള് ചൂടാക്കുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വായുവണ്ണം കൂടിയിട്ടുള്ള പാത്രത്തിലാണെങ്കിൽ നമുക്ക് ഈ പൊട്ടിത്തെറിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് കരിയുന്നതിന് തൊട്ട് മുൻപ്, അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഒരെള്ളെങ്കിലും പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ട സാധനങ്ങളാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പോൾ അരമുറി തേങ്ങ ചിരകിയത് നമ്മൾ എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഏലക്ക, നമ്മൾ ഒരു
1 ടീസ്പൂൺ ഏലക്ക പൂർണ്ണമായിട്ടും പൊടിച്ചെടുത്തത്. അതായത് പൊടിയായിട്ട് എടുക്കുമ്പോൾ 1 ടീസ്പൂൺ വേണമെന്നില്ല. പക്ഷേ നമ്മൾ ഏലക്കയായിട്ട്, അതായത് ഒരു 4 ഏലക്കയെങ്കിലും നമ്മൾ പൊടിച്ചത് എടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന ചുക്കുപൊടി 1 ടീസ്പൂൺ എടുത്ത് വയ്ക്കുക. പിന്നീട് വേണ്ടത് നെയ്യാണ്. നെയ്യും നമ്മൾ ഇതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യ് വേണം. പിന്നീട് നമുക്കിതിൻ്റെ അകത്ത് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അത് ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കപ്പലണ്ടി, ബദാം മുതലായിട്ടുള്ള ഏത് തരത്തിലുള്ള നട്ട്സ് വേണമെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് ചേർക്കാം. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല, അതായത് നമുക്ക് കൊളസ്ട്രോളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നട്ട്സ് ചേർത്ത് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ കഴിക്കണം എന്നില്ല. ഇനി ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആദ്യം എടുത്ത അരമുറി തേങ്ങ നമ്മൾ ചിരകിയതുണ്ട്, അത് ചെറുതായിട്ട് ഒരു പാത്രത്തിൻ്റെ അകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്നത് പോലെ ആക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ആദ്യം കരിപ്പൊട്ടി നമ്മൾ പാണി കാച്ചി വെച്ചിരുന്ന ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് ഏകദേശം പകുതിയോളം അത് വറ്റി കഴിയുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന എള്ള് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ എള്ള് 1 കപ്പാണ് നമ്മൾ എടുത്തത്. ആ 1 കപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് നമ്മൾ നന്നായിട്ട് ഇതിനെ വഴറ്റി എടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വെച്ച അവൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവൽ 1.5 കപ്പ് നമ്മൾ എടുത്തത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി വയ്ക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഏലക്കയും അതുപോലെ തന്നെ ചുക്കുപൊടി 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റിന് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ജീരകം 1/2 ടീസ്പൂൺ, അതായത് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ പൊടിച്ചത് കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കാം. ഇതൊന്നും ചേർക്കണം നിർബന്ധമില്ല. അതായത് ഈ പറഞ്ഞ ഏലക്കയായാലും അതുപോലെ തന്നെ നമ്മുടെ ചുക്കുപൊടി ആയാലും പിന്നീട് ഞാൻ പറഞ്ഞ നമ്മുടെ ജീരകത്തിൻ്റെ ഇതായാലും പിന്നെ ഞാൻ ആ നട്ട്സ് പറഞ്ഞതും ഇതിൻ്റെ അകത്ത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമുള്ള കാര്യങ്ങളല്ല. പക്ഷേ ടേസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്കിത് ആഡ് ചെയ്യുന്നത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ നട്ട്സും ഉണക്കമുന്തിരി കറുത്തത് ഉണ്ടെങ്കിൽ, അതായത് എള്ളെടുക്കുമ്പോഴും കറുത്ത എള്ളാണ് നമ്മൾ എടുക്കാനുള്ളത്. അപ്പോൾ ഉണക്കമുന്തിരിയും കൂടി എടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണ് അല്ലെങ്കിൽ 2 ടീസ്പൂൺ നെയ്യിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുകൂടി നമുക്ക് ഈ പറയുന്ന മരുന്നിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അതായത് ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് സമയം കൂടി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ജലാംശം ഈ പറയുന്ന പാത്രത്തിൻ്റെ അകത്തേക്ക് തട്ടിയിട്ട് ഇത് വീണ്ടും നമ്മുടെ ഈ പറയുന്ന എള്ളിലേക്ക് വീണ്ടും ഇത് പെട്ടെന്ന് കേടായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു അളവിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു നേരം ഒരു ചെറിയ സ്നാക്ക് എന്നുള്ള രീതിയിൽ ഏകദേശം 4 മുതൽ 5 പേർക്ക് നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. ഇനി വീട്ടിൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുക. 3 അല്ലെങ്കിൽ ഒരു 5 ദിവസം വരെ നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അകത്ത് ഇട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഇത് കേടാവാതെ അത്രയും ദിവസം ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ കഴിക്കാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ് ഇത് കഴിക്കാനുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മൾ ആർത്തവ പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ തന്നെ മെനോപോസ്, പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും വേദനയും കാര്യങ്ങളുള്ളവർക്ക്, അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവുള്ളവർക്ക്, കാൽസ്യത്തിൻ്റെ കുറവുള്ള ആളുകൾക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റും. വാദസംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്കിത് കഴിക്കാനായിട്ട് പറ്റും. എന്നാൽ ഇതിൻ്റെ അകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആളുകൾ കൂടിയുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയരോഗ, അതായത് ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഡോക്ടറുടെ ഒപ്പീനിയൻ ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻസ് നമ്മൾ ഉണ്ടാക്കി കഴിക്കരുത്. അതുപോലെ തന്നെയാണ് നമുക്ക് സ്ട്രോക്ക് പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവരാണെങ്കിലും നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. എന്ന് കരുതി 1 ടീസ്പൂൺ എള്ള് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞൊന്നും വരുമെന്നല്ല. അമിതമായിട്ടുള്ള ഉപയോഗം, അതായത് ഇത്തരത്തിലുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അത് ശരീരത്തിന് അത്ര പിടിക്കണം എന്നുള്ളതില്ല. ഇനി അതുപോലെ തന്നെ ഗർഭിണികളായിട്ട് ഇരിക്കുന്ന, അതായത് ഗർഭാവസ്ഥ കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സ്ത്രീകൾക്കുണ്ടാവുന്ന തളർച്ച, വിളർച്ച മുതലായിട്ടുള്ള പ്രശ്നങ്ങളും മുലപ്പാൽ നല്ല രീതിയിൽ വർദ്ധിക്കുന്നതിനുമായിട്ടൊക്കെ ഈ പറഞ്ഞ എള്ളോ അവലും കൂടി ചേർത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു ഫുഡ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതായത് നമുക്കൊരു സൂപ്പർ ഫുഡ് എന്നുള്ള നിലയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്ന രീതിയിലുള്ള ഒരു ആഹാരമാണ്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അസിഡിറ്റി, പുളിച്ചു തകട്ടൽ, കുടലിൻ്റെ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഇവയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ കഴിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് മധുരത്തിൻ്റെ അളവ് എത്രത്തോളം നിങ്ങൾക്ക്, അതായത് മധുരം നല്ല രീതിയിൽ വേണമെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ അളവിൽ എടുക്കാനുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് മാത്രം
കരിപ്പൊട്ടി ചേർത്തിട്ട് നിങ്ങളത് ഉപയോഗിച്ചാൽ മതി. പഞ്ചസാര ചേർത്ത് ഒരു കാരണവശാലും ഇതുണ്ടാക്കാനായിട്ട് നിൽക്കരുത്. ഒട്ടും ഹെൽത്തി അല്ലാത്ത കാര്യമായതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.